നിങ്ങൾ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് ഇതുപോലെ നമുക്കാണെങ്കിൽ വായിച്ച് തീർന്നെടുത്തൊരു അടയാളമൊക്കെ വെക്കേണ്ടി വരുമല്ലേ? സിമ്പിളായിട്ട് നമുക്കൊരു ഈ അടയാളം വയ്ക്കാനുള്ളൊരു ഇതുണ്ടാക്കിയാലോ? ഇന്ന് അതിനെക്കുറിച്ച് പറയാമേ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിനായിട്ടൊരു സമചതുരത്തിലുള്ളൊരു പേപ്പർ എടുക്കുക. എങ്ങനെ സമചതുരമാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പറിനെ ഇങ്ങനെ അങ്ങ് മടക്കണം. മടക്കുമ്പോഴത്തേനും ഇതാ ഇവിടെ കുറച്ച് ബാക്കി വരും. അതങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ ക്രോസ് അങ്ങ് മടക്കുക. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കണം കേട്ടോ. ഞാനിത് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ടാണ് ഈ കട്ടി കുറഞ്ഞ പേപ്പർ എടുക്കുന്നത്. ഇനി ഇതിനെ ഇങ്ങനെ 4ആയിട്ട് മടക്കണം. ഇങ്ങനെ 4ആയിട്ട് മടക്കണം. അതിനകത്ത് ഒരു ഭാഗം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളയണേ. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പം എന്താ നമ്മുടെ പേപ്പർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ മടക്കണം. അതേപോലെ ഇതാ ഇവിടെയും ഇങ്ങനെ മടക്കണം. എന്നിട്ട് നമ്മൾ ഈ മടക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇവിടെയും ഈ മടക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എന്താ നമ്മുടെ പേപ്പർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം, ഇതിനെ ഇങ്ങനെ നോക്കാം. ഇങ്ങോട്ട് മടക്കി ഇവിടെ ഗമ്മ് തേക്കണം. ഇവിടെ ഗമ്മ് തേച്ച് ഇതിനെ ഇങ്ങോട്ട് മടക്കി അങ്ങോട്ടേക്ക് കണ്ടോ. ഇപ്പം ഇതേ കണക്കിരിക്കും. നമ്മളിനി ഇതെടുത്ത് ഇതാ അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണിത്. ഇതുകൊണ്ട് നമ്മൾ എവിടെയാണോ വായിച്ച് പേജ് ഇപ്പം നമുക്ക് വായിച്ച് തീർന്നു, അവിടെ ഇതാ ഇതങ്ങ് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ.